ഇതൊക്കെ എൻ്റെ ഒബ്സർവേഷൻ എൻ്റെ പരീക്ഷണങ്ങളുമാണ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരുന്നു. ചിലർ ഇച്ചിരി അഹങ്കാരമുള്ള കുട്ടികളാരും അനുമാനങ്ങളുടെ കളിയാക്കി മാറി റിസൾട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓടപ്പിയൽ അച്ഛൻ കളിയാക്കും മറ്റുള്ള മുമ്പിൽ ഞാൻ കളിയാക്കപ്പെടുന്നൊരു ധാരണ ചേർന്നു. അപ്പോൾ പല രീതിയിലുണ്ട്, പല കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിലേക്ക്. നമ്മൾ പല രീതിയിൽ നമുക്ക് പലരെയും പല രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയ കാര്യം നമുക്കറിയാം, ഇവിടെ ചേച്ചികളുണ്ട്, ചേച്ചി അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞാൻ കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവാണ്, ഈശോയാമേക ദൈവം, ഏകസത്യ ദൈവം. അപ്പോൾ ഇത് പറയാനായിട്ട് എൻ്റെ കുട്ടികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന 50 പേര് എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനൊരു കാര്യം വേറൊരു വിധത്തിലേക്ക് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. കാരണം പല മതസ്ഥരാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ വായിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എൻ്റെ അത്രയിൽ നിന്ന് കേൾക്കണം യേശു ഏക രക്ഷകൻ. ആ ഒരു കാര്യത്തിലും എനിക്ക് ഞാൻ വളരെ കാൽക്കുലേറ്റ് ആയിരുന്നു. ഞാൻ പോയിട്ടുള്ള എല്ലാ ക്ലാസ്സിലും വളരെ കൃത്യമായിട്ട് കുട്ടികളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ അതിലെനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. Peace is the fruit, is the result of justice. When you see that justice is done, then you can see peace. Justice ഇല്ലാത്തിടത്ത് സമാധാനം ഉണ്ടാകും. നമ്മൾ ലക്ഷ്യത്തെയും മനുഷ്യരെയും കൊണ്ടുവരുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പരസ്പരം നമ്മൾ കോളേജിൽ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഹംബിൾ സിമ്പിൾ ഫാദേഴ്സ് ആണെന്ന് വിളിക്കുന്നത് വളരെ ഹംബിളാണ്, സിമ്പിളാണ്. അത് അടുക്കുന്നവർക്ക് മനസ്സിലാകാത്തൊരു പേര്. ഇപ്പോഴെന്നോട് ഒരു പാരീസിലെ സെക്രട്ടറി പറഞ്ഞു, അച്ഛനും പറഞ്ഞത് പേടിയുണ്ട്. അല്ലെങ്കിൽ ഒരു പേടി വന്നിട്ട് പറഞ്ഞ അച്ഛനടുത്ത് പറയാമെന്ന് പറഞ്ഞു, പേടിയുണ്ട്. ഞാൻ കാര്യം അത് അച്ഛനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വന്നതാണ്. ഞാനൊരു എളിയ കുഞ്ഞാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ആ കൂടത്തിൽ ഒരു കൊച്ചു പോയി നിൽക്കരുതെന്ന് പറയേണ്ട അത്രേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സീനിയർ സാറന്മാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് അവർ സംസാരിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മൾ അവിടെ നിന്ന് പണിയിരിക്കുന്നു, ഒരു വീട് വെച്ചിട്ട് നേരെ പള്ളി പോയി എന്നിട്ട് തിരിച്ചു വരുന്നു. നമ്മളിവിടെ എന്താണ് ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമാണെന്ന് പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മളിനെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ വളരെ ഞാൻ അത് ശരിക്കും വളരെ എൻജോയ് ചെയ്തു. അതിന് നിങ്ങൾ എല്ലാവരുമാണ് കാരണമായിരിക്കുന്നത്. എല്ലാവർക്കും പ്രത്യേക